നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും അവരുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയുവാൻ ജാതകം പരിശോധിച്ച് പ്രശ്നപരിഹാരങ്ങളും വഴിപാടുകളും നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. ദോഷപരിഹാരത്തിനായി അത്ഭുത ഫലപ്രാപ്തിയെ തരുന്ന യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. ധനത്തിനായി ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യവശത്തിനായി ബാണേശി യന്ത്രവും, സർവ ഐശ്വര്യത്തിനും ദോഷശാന്തിക്കുമായി മഹാസുദർശന യന്ത്രവും, ശത്രുദോഷത്തിന് ബഗിളാമുഖിയും, സർവജനവശ്യത്തിനായി അശ്വാരൂഢവും, നവഗ്രഹ ദോഷങ്ങൾക്ക് നവഗ്രഹ യന്ത്രവും തുടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിലെ സർവകാര്യ വിജയത്തിനായുള്ള സമസ്ത യന്ത്രങ്ങളും ഇവിടെ തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജംബുഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം വിഘ്നേശ്വര മഹേശ്വര പാർവതിയമ്മേ ഭഗവതി നമോ നമഃ. ഓം സുബ്രഹ്മണ്യസ്വാമിയെ നമോ നമഃ. അയ്യപ്പസ്വാമിയെ നമോ നമഃ. ഓം കാളിയമ്മേ ദുർഗാദേവിയമ്മേ അന്നപൂർണേശ്വരി ദേവി ഓം കാവി. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2026 പല പ്രാവശ്യമായി വന്നു ചേരുന്ന സർവാർത്ഥ സിദ്ധിയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. 2026 ഒരു മാസം തന്നെ 2-3 പ്രാവശ്യങ്ങളിൽ എത്തിച്ചേരുന്ന സർവാർത്ഥ സിദ്ധിയോഗം, അതിനെക്കുറിച്ചിട്ടാണ് വിശദമായും പറയുന്നത്. 2026 പല പ്രാവശ്യം വരുന്ന സർവാർത്ഥ സിദ്ധിയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു മാസത്തിൽ തന്നെ പല തവണ ആവർത്തിച്ചു വരുന്ന യോഗങ്ങളിലൊന്നാണ് സർവാർത്ഥ സിദ്ധിയോഗം. 2026 മാത്രം പ്രത്യേകതയായിട്ട് അതിനെ കണക്കാക്കാം. സിദ്ധിയോഗം എല്ലാ വർഷങ്ങളിലും ഉണ്ടാകുമെങ്കിലും സ്വാഭാവികമായും കൂടെ ഉണ്ടാകുന്ന തരത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന സൃഷ്ടിയോഗം 2026 കൂടുതലും ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറയാറുള്ളത് പോലെ തന്നെ 2026 പ്രത്യേക വർഷമായിട്ട് നമുക്ക് തോന്നുന്നു എന്നുള്ളതാണ്. പല യോഗങ്ങളും ആവർത്തിച്ച് വരികയും എല്ലാ നക്ഷത്ര ജാതർക്കും അതിൻ്റേതായ അനുഭവങ്ങൾ വന്നു ചേർന്ന് സർവസുഖ സമൃദ്ധിദായകമായ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഭാഗ്യം വരുന്നു എന്നുള്ളതാണ്. ഒരു പ്രത്യേക ആഴ്ചയും നക്ഷത്രവും യോജിക്കപ്പെടുമ്പോഴാണ് സ്വാഭാവികമായിട്ടും സർവാർത്ഥ സിദ്ധിയോഗം വന്നു ചേരുന്നത്. എല്ലാ കാര്യങ്ങളിലും വിജയം അഥവാ സിദ്ധി അനുഭവ യോഗ്യമാവുകയാണ് സർവാർത്ഥ സിദ്ധിയോഗം എന്ന അനുഗ്രഹത്തിലൂടെ ഉണ്ടാകുന്നത്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും കരാറുകളിൽ ഏർപ്പെടുവാനും വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങുന്നതിനുമായിട്ട് സർവാർത്ഥ സിദ്ധിയോഗം ഫലപ്രദമാവുകയാണ്. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതായിരിക്കുന്ന അവസ്ഥകളിലൂടെ സഞ്ചരിക്കുവാനുള്ള എല്ലാ ഭാഗ്യവും സർവാർത്ഥ സിദ്ധിയോഗത്തിലൂടെ വന്നു ചേരും. 2026 മെയ് മാസത്തിലെ സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെ ദിനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അവ ഗുണം ചെയ്യുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചും പറയാം. മെയ് മാസത്തിൽ തന്നെ 3 തവണ ആവർത്തിച്ചു വരുന്നുണ്ട് സർവാർത്ഥ സിദ്ധിയോഗം. അതായത് മെയ് മാസം 4-ാം തീയതി തിങ്കളാഴ്ചയും അനിഴം നക്ഷത്രവും ചേർന്ന് വരുന്ന ദിനം സർവാർത്ഥ സിദ്ധിയോഗം ഉണ്ടാകുന്നു. അതുപോലെ മെയ് മാസം 8-ാം തീയതി വെള്ളിയാഴ്ചയും തിരുവോണം നക്ഷത്രവും ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സർവാർത്ഥ സിദ്ധിയോഗം വന്നു ചേരും. അടുത്തത് മെയ് മാസം 9-ാം തീയതി ശനിയാഴ്ച അവിട്ടം നക്ഷത്രമാകയാൽ ശനിയാഴ്ചയും അവിട്ടം നക്ഷത്രവും ചേർന്ന് വരുന്നതിനാൽ
സർവാർത്ഥ സിദ്ധിയോഗം സൃഷ്ടിതമാകുന്നു. അങ്ങനെ 2026 മെയ് മാസത്തിൽ തന്നെ 3 തവണ സർവാർത്ഥ സിദ്ധിയോഗം വരുന്നു. മെയ് മാസം 4-ാം തീയതി തിങ്കളാഴ്ച അനിഴം നക്ഷത്രം ചേർന്ന് വരുന്ന ദിവസം, മെയ് മാസം 8-ാം തീയതി വെള്ളിയാഴ്ച തിരുവോണം നക്ഷത്രം ചേർന്ന് വരുന്ന ദിവസം, മെയ് മാസം 9-ാം തീയതി ശനിയാഴ്ച അവിട്ടം നക്ഷത്രം ചേർന്ന് വരുന്ന ദിവസം സർവാർത്ഥ സിദ്ധിയോഗം ഉണ്ടാകുന്നു. ഇനിയിപ്പോൾ സർവാർത്ഥ സിദ്ധിയോഗം ഗുണം ചെയ്യുന്ന നക്ഷത്ര ജാതരെക്കുറിച്ചാണ് പറയുന്നത്. സർവാർത്ഥ സിദ്ധിയോഗം വരുന്ന ദിവസത്തിൽ തെളിയുന്ന നക്ഷത്രത്തെയും അവരുമായി സൗഹൃദം പങ്കിടുന്ന രാശിക്കാർക്കും ഗുണം ചെയ്യുന്ന തരത്തിലാണ് സർവാർത്ഥ സിദ്ധിയോഗം നിലനിൽക്കുന്നത്. അനിഴം, തൃക്കേട്ട, വിശാഖം കാൽ ചേരുന്ന വൃശ്ചികം രാശി നക്ഷത്ര ജാതർ സർവാർത്ഥ സിദ്ധിയോഗത്തിന് ഭാഗ്യം തെളിഞ്ഞവരാണ്. മെയ് 4-ൽ തെളിയുന്ന സർവാർത്ഥ സിദ്ധിയോഗം വൃശ്ചികം രാശി നക്ഷത്ര ജാതർക്ക് സകല സൗഭാഗ്യങ്ങളും നൽകുന്നു എന്നുള്ളതാണ്. ലോട്ടറി ഭാഗ്യം ഉൾപ്പെടെയുള്ള വലിയ സൗഭാഗ്യം മെയ് 4 തെളിഞ്ഞു വരുന്ന ദിവസത്തിലുണ്ടാകുന്നു. മെയ് 4-ാം തീയതിയും അനിഴം നക്ഷത്രവും ചേർന്നു വരുന്ന ദിവസത്തിലെ സർവ സൗഭാഗ്യം വൃശ്ചികം രാശിക്കാർക്ക് വന്നു ചേരുന്നുണ്ട് സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെ അനുഗ്രഹ ഫലമായിട്ട്. അതുകൊണ്ട് തന്നെ ദീർഘകാലങ്ങളായി നടപ്പിലാക്കാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക്, റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് നിയമന ഉത്തരവുകൾ ലഭിക്കാൻ സാധ്യമാകും. സാമ്പത്തികമായ ഇടപാടുകളിൽ വലിയ ലാഭം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെ ഫലമായിട്ട് ശത്രുക്കളെ ജയിക്കുവാൻ സാധ്യമാകുന്ന തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതുപോലെ തന്നെ വീട് പണി തുടങ്ങുവാനോ വസ്തുക്കൾ വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകും. വൃശ്ചികം രാശി നക്ഷത്ര ജാതർക്ക് തീർച്ചയായിട്ടും സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെ ഫലമായിട്ട് വന്നു ചേരുന്നത് സർവഭാഗ്യദായകമായ ജീവിത സൗഭാഗ്യങ്ങളാണ്. തീർച്ചയായും ഉദ്ദേശിക്കാത്ത തരത്തിൽ തന്നെ ഭാഗ്യം ഇവരിലേക്ക് വന്നു ചേരുന്ന മനോഹരമാകുന്ന അവസ്ഥകൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഈ സർവാർത്ഥ സിദ്ധിയോഗത്താൽ. അടുത്തത് ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം പകുതി ചേരുന്ന മകരം രാശി. മകരം രാശി നക്ഷത്ര ജാതർക്ക് മെയ് മാസം 8, 9 തീയതികളിൽ സൃഷ്ടിതമാകുന്ന സർവാർത്ഥ സിദ്ധിയോഗം വളരെ അനുഗ്രഹദായകമാണ്. തീർച്ചയായും ഉദ്ദേശിക്കുന്ന തരത്തിൽ നിന്നും വളരെയധികം ഉയർന്ന തരത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഈ ദിനങ്ങളിൽ വന്നു ചേരുമെന്നുള്ളതാണ്. സമൂഹത്തിൽ ഇവർക്ക് പദവിയും അംഗീകാരവും വർദ്ധിക്കും. മേലധികാരികളിൽ നിന്ന് പ്രശംസയും പുതിയ ചുമതലകളും ലഭിക്കും. ബിസിനസ്സൊക്കെ നവീകരിക്കുവാനും വിപുലപ്പെടുത്തുവാനും ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിനുള്ള ധനം ഇവരുടെ കൈകളിലേക്ക് എത്തിച്ചേരും. ബിസിനസ് വളരെ നല്ല തരത്തിൽ പുരോഗമിച്ചു പോകാനുള്ള അനുഗ്രഹവും സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരും. അതുപോലെ തന്നെ ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിക്ഷേപകരെ കണ്ടെത്തുന്നതിനുള്ള സഹായവും ലഭിക്കും. സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെ ഫലമായിട്ട് ഈ നക്ഷത്ര ജാതർക്ക് കുടുംബത്തിൽ വളരെയധികം സമാധാനവും ആഹ്ലാദവും നിലനിൽക്കും. സ്വർണ്ണാഭരണങ്ങളോ പുതിയ വാഹനമോ വാങ്ങുന്നതിനായിട്ട് ഈ നക്ഷത്ര ജാതർക്ക് കഴിയും. തീർച്ചയായിട്ടും വമ്പൻ സൗഭാഗ്യങ്ങളാണ് മകരം രാശി നക്ഷത്ര ജാതർക്ക് സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരും. തീർച്ചയായിട്ടും മകരം രാശി നക്ഷത്ര ജാതർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് സാമ്പത്തിക നിലവാരം സർവാർത്ഥ സിദ്ധിയോഗം, അതായത് മെയ് മാസം 8-നും 9-നും സൃഷ്ടിതമാകുന്ന സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരും. ഭാഗ്യദായകമായിരിക്കുന്ന വളരെ നല്ല അവസരമാണ് സർവാർത്ഥ സിദ്ധിയോഗത്തിലൂടെ മകരം നക്ഷത്ര രാശിക്കാർക്ക് വരുന്നത്. അടുത്തതായി ചന്ദ്രൻ്റെ സ്വാധീനമുള്ള നക്ഷത്രങ്ങളായ അത്തം, രോഹിണി തുടങ്ങിയ നക്ഷത്രങ്ങളുടെ ഭാഗ്യദായകമായ അവസ്ഥയും സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നു. മെയ് 4-ന് സൃഷ്ടിതമാകുന്ന സർവാർത്ഥ സിദ്ധിയോഗമാണ് ഈ നക്ഷത്രങ്ങൾക്ക് ഗുണപരമായ വ്യവസ്ഥകളെ സമ്മാനിക്കുന്നത്. ശേഷം മെയ് 8-നും 9-നും വരുന്ന സർവാർത്ഥ സിദ്ധിയോഗത്തിലും
ഈ നക്ഷത്ര ജാതർക്ക് വളരെ ഭാഗ്യദായകമായ അനുഭവങ്ങൾ വന്നു ചേരും. ചന്ദ്ര സ്വാധീനമുള്ളതിനാൽ അത്തം രോഹിണി നക്ഷത്ര ജാതർക്ക് ഉദ്ദേശിക്കുന്നതിലും അപ്പുറത്തേക്ക് സൗഭാഗ്യങ്ങളായിരിക്കുന്ന വ്യവസ്ഥകൾ വന്നു ചേരുക തന്നെ ചെയ്യും. ഈ നക്ഷത്ര ജാതർക്ക് കരുത്തും മാനസികമായിരിക്കുന്ന പക്വതയും ആത്മീയമായ അനുഗ്രഹ തലങ്ങളും വന്നു ചേരും. സർഗാത്മകമായിരിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, അതായത് ഈ എഴുത്തുകളൊക്കെ, കഥയെഴുത്ത്, കവിത എഴുത്ത്, നാടകം തുടങ്ങിയ സാഹിത്യ രചനകളിലൊക്കെ ബന്ധപ്പെട്ടു നിൽക്കുന്നവർക്ക് സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ കീർത്തിയും സാമ്പത്തികമായ മേന്മയും കൈവരുമെന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ്. വിദേശ യാത്രയ്ക്കുള്ള തടസ്സങ്ങൾ നീങ്ങും. പ്രണയ കാര്യങ്ങളിലും വിവാഹാദി കാര്യങ്ങളിലും അനുകൂലമായിരിക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടാകും. അത്തം രോഹിണി നക്ഷത്രക്കാരിൽ ഭാഗ്യദായകമായ ഒട്ടനവധി കാര്യങ്ങൾ ഇത്തരത്തിൽ വന്നു ചേരും എന്നുള്ളതാണ്. സർവാർത്ഥ സിദ്ധി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കാതെ ഇരുന്ന പല ആഗ്രഹങ്ങളും അത്തം രോഹിണി നക്ഷത്ര ജാതർക്ക് ചന്ദ്രൻ്റെ കൂടി അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് നടന്നു കിട്ടും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവായി വരുന്ന ചില ഗുണങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഏത് നല്ല കാര്യങ്ങളും ശുഭകരമായ തരത്തിൽ അവസാനിക്കും, സമാപിക്കും എന്നുള്ളതാണ്. അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് ധനം അഥവാ പണം വന്നു ചേരും. വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്നും സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്ര ജാതർക്ക് ആരോഗ്യപരമായ കാര്യത്തിൽ വളരെ ഭാഗ്യദായകമായ അവസ്ഥ വന്നു ചേരുമെന്ന് പറഞ്ഞാൽ രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിനായിട്ടുള്ള അനുഗ്രഹവും സർവാർത്ഥ സിദ്ധിയോഗം വഴി ലഭിക്കുമെന്നർത്ഥം. ഇനി ചില പ്രധാന പരിഹാര മാർഗങ്ങൾ കൂടി പറഞ്ഞേക്കാം. തടസ്സങ്ങൾ നീങ്ങാൻ സർവാർത്ഥ സിദ്ധിയോഗമുള്ള ദിവസങ്ങളിൽ ഗണപതി ഭഗവാന്റെ തിരുമുമ്പിൽ എത്തിച്ചേർന്ന് നാളികേരം ഉടയ്ക്കുകയോ കറുക ഹോമം നടത്തുകയോ ചെയ്യുക എന്നുള്ളത് സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെതായ എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേരുന്നതിന് കാരണമാകുന്നതിനുള്ള പൂജയാണ്. സർവാർത്ഥ സിദ്ധിയോഗത്തിന് എന്ത് പരിഹാര മാർഗമാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങളിലേക്കത് പൂർണ്ണമായി ലഭിക്കാൻ എന്താണ് ഞങ്ങൾ നടത്തേണ്ടതെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണിത്. സർവാർത്ഥ സിദ്ധിയോഗം വരുന്ന ദിവസം ഗണപതി ക്ഷേത്രത്തിലെത്തി നാളികേരം ഉടയ്ക്കുകയും കറുക ഹോമം നടത്തുകയും ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നക്ഷത്ര ദേവനെ പൂജിക്കുക എന്നുള്ളത് ഭാഗ്യദായകമാണ്. ഓം ഹ്രീം സർവാർത്ഥ സിദ്ധയെ നമ എന്നത് 108 തവണ ചൊല്ലുന്നത് സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെ ഫലപൂർണതയ്ക്ക് വഴിതെളിക്കുന്ന അനുഗ്രഹമായി മാറും. അതുപോലെ തന്നെ സർവാർത്ഥ സിദ്ധിയോഗം വരുന്ന ദിവസങ്ങളിൽ അന്നദാനമോ വസ്ത്രദാനമോ നടത്തുന്നത് വളരെ അനുഗ്രഹദായകമായിരിക്കും. സർവാർത്ഥ സിദ്ധിയോഗ ദിവസങ്ങളിൽ സന്ധ്യാനേരം വിളക്കുവെച്ച് വിഷ്ണു സഹസ്രനാമമോ ലളിത സഹസ്രനാമമോ ജപിക്കുന്നത് വളരെ വളരെ സൗഭാഗ്യദായകമായിട്ടുള്ള അവസ്ഥയാണ്. ഇത് പൂർണ്ണമായും ഐശ്വര്യം നിങ്ങളുടെ വീട്ടിലേക്കും നിങ്ങളിലേക്കും കൊണ്ടുവരുന്നതിന് കാരണമാകും. സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ പറഞ്ഞ നക്ഷത്ര ജാതരിൽ ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.